വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിവാദമായൊരു ചോദ്യവും കൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഫരിസേയരെത്തുക. അവരെ സംബന്ധിച്ചിടത്തോളം മോശ അവർക്ക് നൽകിയ വിവാഹ സംബന്ധമായ ഒരു ഒഴിവുകഴിവാണ് പ്രധാന വിഷയം. വിവാഹമോചനം നൽകുന്നതിന് മോശ അനുവാദം നൽകിയിരുന്നു. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് യേശുനാഥൻ സംസാരിക്കുമ്പോൾ രണ്ട് ജീവിതാവസ്ഥകളുടെയും നന്മയെയും വിശുദ്ധിയെയും ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തെയും കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. വിവാഹ ജീവിതവും സമർപ്പണ ജീവിതവും. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വൈവാഹിക ജീവിതത്തിന് ദൈവം തീരുമാനിച്ചിരിക്കുന്നത് അനാദി മുതൽ താൻ കൈകോർത്ത് പിടിച്ചവർ ഒരുമയിൽ ദൈവസന്നിധിയിൽ ജീവിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യനായിട്ട് വേർപെടുത്തരുത്. മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറയുമ്പോൾ വ്യക്തികൾ എന്ന് മാത്രം അർത്ഥത്തിൽ അതെടുക്കരുത്. മറിച്ച് മാനുഷികമായ കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും ദൈവികമായ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യരുത് എന്നാണ് പറഞ്ഞു വയ്ക്കുക. ഇന്ന് വിവാഹമോചനം വളരെ സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ ഒരു കുടുംബ പ്രശ്നത്തിന് പരിഹാരമെന്ന് പറയുന്നത് വിവാഹമോചനമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ യേശുനാഥൻ പറഞ്ഞ വാക്കിന്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം അത് മനുഷ്യന്റെ തീരുമാനമല്ല, ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവിക പദ്ധതിക്ക് ശിരസ് കുനിക്കുന്ന ഒരു മനുഷ്യൻ ദൈവികമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ വിളിക്കപ്പെട്ടവനാണ്. മാനുഷികമായി എല്ലാ പ്രതിബന്ധങ്ങളും അവൻ മുന്നേ കൂട്ടി കണ്ടിട്ടാണ് ദൈവത്തിന്റെ മുന്നിൽ ഒരു വാക്ക് കൊടുക്കാനായി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിവാഹത്തിന്റെ ആശീർവാദ സമയത്ത് പറയുന്ന വാക്കുകൾ വളരെ കൃത്യതയോടുകൂടി തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും മാനുഷികമായ എല്ലാ പ്രതിബന്ധങ്ങളുടെ മധ്യയും ഇന്ന് പറയുന്ന വാക്ക് കാത്തു സൂക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. മാനുഷികമായതൊന്നും മനുഷ്യനായിട്ടൊന്നും ഇതിനെ വേർപെടുത്തില്ല എന്ന് മുന്നേ കൂട്ടി പറഞ്ഞു വെച്ചതിന് ശേഷമാണ് വിവാഹം കഴിച്ച് ഒരാളെ തൻ്റെ സ്വന്തമായി സ്വീകരിക്കുന്നത്. ഇതൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നൽകുന്നത്. എന്നാൽ അതിന് തുടർന്ന് സംസാരിക്കുന്ന സമയത്ത് ഏകസ്ഥരുടെ ജീവിതത്തെ പറ്റി പറഞ്ഞു വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വയ്ക്കുന്നു. അത് ഏകസ്ഥരുടെ ജീവിതം എന്ന് പറയുന്നത് കൃപ കൂടുതൽ ലഭിച്ചവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ജീവിതമാണ്. കാരണം അതിന് ദൈവികമായ അനുഗ്രഹം ഏറെ ആവശ്യമുണ്ട്. അത് മനുഷ്യനെ ഈ ഭൂമിയിലെ ചിന്തകൾക്കും അതീതമായി ഒരു വിശാലമായ ചിന്തപ്പാടിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഷണ്ടനാകുക, ദൈവത്തെ പ്രതി ഷണ്ടനാകുക എന്ന് പറയുന്നത് അത് കുറെ കൂടി ഉദാത്തമായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ രണ്ടിനെയും ഏതെങ്കിലും ഒന്ന് ഔന്നത്യമുള്ളതാണെന്നല്ല യേശുനാഥൻ പറയുക, മറിച്ച് ഏതൊരു കാര്യമായാലും അതിൻ്റെ മൂല്യമറിഞ്ഞ് ജീവിക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. മാലാഹയ്ക്ക് സദൃശമായ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഷണ്ടനാക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യനും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തെ മുഴുവനും ദൈവസന്നിധിയിൽ വരാൻ സാധ്യതയുള്ള മുൻകൂട്ടി കാണാൻ കഴിയുന്ന എല്ലാ പ്രതിബന്ധങ്ങൾക്കും അപ്പുറത്തേക്ക് കാത്തു സൂക്ഷിക്കാവുന്ന ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയുന്ന മനുഷ്യനും ഒരുപോലെ വിശുദ്ധമായൊരു തീരുമാനമാണ് എടുക്കുന്നത്. ഈ വിശുദ്ധമായ തീരുമാനങ്ങളുമായി നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പും സമർപ്പണ ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ ആഗ്രഹവും പ്രധാന വിഷയമായി മാറ്റാം. ഒത്തിരി മനുഷ്യര് ഈ സമർപ്പണ ജീവിതത്തിലേക്ക് വരാനിടയാകട്ടെ. വൈവാഹിക ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന മനുഷ്യര്, വൈവാഹിക ജീവിതം നയിക്കുന്നവര് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കടമകൾ ദൈവതിരുസന്നിധിയിൽ എല്ലായ്പ്പോഴും പുതുക്കിയും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകാനിടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.